ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്നു മുതൽ നമ്മൾ കുറച്ചായിട്ട് ശ്രീമദ് ഭാഗവതം അതിൻ്റെ ഒരു ഓവർവ്യൂ പഠിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗുണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമ്നേ നമാചാര്യപാദായ ഹിതായ കൃപപ്രദായിനേ ഗൗരഗദാധാമതായ നഗരഗ്രാമതാരിണേ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമ്നേ നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമ്നേ ശിവാശമാനവീ ദേവീ ദേദായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി. മാധുര്യോജ്വല പ്രേമാഢ്യം ശ്രീരൂപാനുഗഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗവിരുദ്ധ സിദ്ധാന്തദണ്ഡഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബ്രസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാധന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനി ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിദം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപിനാകാന്ത രാധാകാന്ത നമോസ്തുതേ. വേദാം സുരതോ ഭംഗോർമമ മന്ദമതേർഗതിമത്സർവസ്വപാദാംബോജോ രാധാമദനമോനോ ദിവ്യത് ബന്ധാരം കൽപദ്രുമദ. ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദ ദേവോ പൃഷ്ഠാഭിസേവ്യമാനസ്മരാമി. ശ്രീമദ്രാസരസാരംഭീ വംശീ വടത്തരസ്ഥിത കർഷ്ണൻവേണസ്മരേ ഗോപിൻ ഗോപിനാഥശ്രീസ്തന. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. മുഖം കരോതി വാചാലം ഭംഗം ലംഘയതി ഗിരിം യത്കൃപാതമം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദം മാധവം ശ്രീചൈതന്യേശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഇന്നു മുതൽ നമ്മൾ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഏകദേശം ഒരു കംപ്ലീറ്റ് ചുരുക്കത്തിൽ ഒരു സ്റ്റഡിയാണ്. ആ സ്റ്റഡിയിലൂടെ നിങ്ങൾക്ക് ഭാഗവതത്തെക്കുറിച്ച്, ഭാഗവത തത്വങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോരോ ശ്ലോകങ്ങൾ അല്ല ചർച്ച ചെയ്യുന്നത്, ആ ഭാഗവതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള തത്വങ്ങൾ, ഭാഗവത തത്വങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സത്സംഗത്തെ പറയാം. എല്ലാ ദിവസവും നമ്മൾ കുറച്ചായിട്ട് ഭാഗവത തത്വങ്ങൾ പഠിക്കുന്നതായിരിക്കും. അങ്ങനെ കംപ്ലീറ്റ് 12 സ്കന്ധങ്ങളിലൂടെയും പഠിക്കേണ്ട തത്വങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കാം. ആരംഭിക്കാം.
നമ്മൾ ആദ്യത്തെ സ്കന്ധത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് കേട്ടോ. ഭഗവാന്റെ ആദ്യത്തെ സ്കന്ധവും, അതായത് ശ്രീമദ് ഭാഗവത്തിലെ ആദ്യത്തെ സ്കന്ധവും രണ്ടാമത്തെ സ്കന്ധവും ഭഗവാന്റെ തൃപ്പാദത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആദ്യത്തെ സ്കന്ധത്തിൽ അതിലെ പ്രധാന കഥാപാത്രങ്ങൾ, വ്യക്തികൾ ആരെക്കുറിച്ചാണ് ആദ്യത്തെ സ്കന്ധത്തിൽ പരാമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ പരീക്ഷിത് മഹാരാജ്, ശുകദേവ് ഗോസ്വാമി, വ്യാസ മഹർഷി, നാരദ മഹർഷി, വിദുരർ, പാണ്ഡവർ, ഭഗവാൻ കൃഷ്ണൻ, അവരുടെ ഒരു ചരിതം, അവരെങ്ങനെയാണ്, അവരുടെ ജന്മം എങ്ങനെയായിരുന്നു, പൂർണ്ണമായിട്ടും ഇല്ല, പക്ഷെ എന്നാലും ശുകദേവ് ഗോസ്വാമി എങ്ങനെയാണ് വന്നത്, പരീക്ഷത്ത് എങ്ങനെ വന്നു, വ്യാസ മഹർഷിയെക്കുറിച്ചും ഇതൊക്കെ, പിന്നെ നാരദ മഹർഷി എങ്ങനെ ഭക്തനായി, ഇതെല്ലാം, പിന്നെ വിദുരർ എങ്ങനെയാണ് തീർത്ഥയാത്രയിൽ പോകാൻ ഇടയുണ്ടായത്, പാണ്ഡവർ അവർ മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് നടന്നത്, അങ്ങനെ പിന്നെ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരെ സഹായിക്കുന്നതായിട്ടും അങ്ങനെ പല കാര്യങ്ങളും ഈ ആദ്യത്തെ സ്കന്ധത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. വ്യാസമഹർഷി എന്തുകൊണ്ട് ഭാഗവതം എഴുതാൻ ഒരു കാരണമായി, എന്തുകൊണ്ട് വ്യാസമഹർഷി ഭാഗവതം എഴുതി എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നാരദ മഹർഷിയിൽ നിന്നും എങ്ങനെയാണ് വ്യാസമഹർഷിക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചത്, ഒരു ഭാഗവതത്തെക്കുറിച്ചുള്ള ഭാഗവതത്തിന്റെ മഹാത്മ്യം എങ്ങനെയാണ് നാരദ മഹർഷി വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുത്തത്, അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. വ്യാസമഹർഷി അതേ ഭാഗവതം മകനായ ശുകബ്രഹ്മഋഷിക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ്. അതേ ശുകബ്രഹ്മഋഷി പിന്നെ പരീക്ഷിത് മഹാരാജിന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ പരീക്ഷത്തിന് 7-ാം ദിവസം തക്ഷകന്റെ ദംശനത്താൽ മരണം സംഭവിക്കുന്ന ഒരു ശാപം ലഭിക്കുകയാണ്. അതാണ് പിന്നെ അദ്ദേഹത്തിന് ഭാഗവതം കേൾക്കാൻ ഒരു അവസരം ലഭിക്കുന്നത്. ശുകദേവ ഗോസ്വാമി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്നാണ് അർത്ഥം. കാരണം ശുകദേവ് ഗോസ്വാമി അദ്ദേഹം പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സൂത ഗോസ്വാമിയും അവിടെ ഉണ്ടായിരുന്നു, സൂതഋഷി. ഇതേ സൂതഋഷിയാണ് പിന്നെ നൈമിഷാരണ്യ വനത്തിൽ ശൗനകാദി ഋഷികൾക്ക് ഈ ഒരു ചരിതം പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ശ്രീമദ് ഭാഗവതം ആദ്യം ഭഗവാൻ ബ്രഹ്മദേവന് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാൻ ബ്രഹ്മദേവന്റെ ഹൃദയത്തിലാണ് ശ്രീമദ് ഭാഗവതം. ഒരു ഭക്ത ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ സങ്കടം വരുന്നത്, മാല ജപിക്കുന്നത് അന്ന് മുതൽ സങ്കടമാണ്. അത് പൊതുവെ ഈ ലോകത്തിൽ ദുഃഖാലയമാണ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരും. കാരണം ഈ ലോകം അങ്ങനെയാണ്. ഭഗവാൻ ഈ ലോകത്തിൽ വരുമ്പോഴും ഭഗവാന്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരുന്ന നമ്മൾ കാണാറില്ല. ഭക്തരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരുന്നത് കാണാം. നമ്മുടെ മാത്രം ജീവിതത്തിലല്ല പ്രശ്നം, പൊതുവെ ഈ ലോകത്തിലുള്ള എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് ഈശ്വരാരാധനയിലൂടെ കിട്ടും. പൊതുവെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ റിസൾട്ടായിരിക്കാം പല രീതിയിലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ട് സമാധാനപരമായിട്ട് ഇരുന്ന് ആലോചിച്ച് ഓരോ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി മുന്നോട്ടുണ്ടാകുന്നത്, അങ്ങനെ ആ ഒരു സമനിലയോടുകൂടി നമുക്ക് ഓരോ കാര്യങ്ങൾ തീരുമാനം എടുക്കണമെങ്കിൽ ഭഗവാന്റെ ഒരു സാന്നിധ്യം വേണം. ഈശ്വര ആരാധന കൊണ്ടല്ല നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടുന്നത്. ഈശ്വര ആരാധന കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശ്വര ആരാധന ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇതിൽ നിന്നും കൂടുതലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ പോലെയാണ്. വേനൽ, തണുപ്പ്, മഴക്കാലം, ഇങ്ങനെ അതേപോലെ കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും വന്നും പോയിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ദുഃഖം വരുമ്പോഴാണ് കൂടുതൽ വിഷമിച്ച്
നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന ഭഗവാൻ എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷേ നമുക്ക് പല പല സുഖങ്ങളും ഭഗവാൻ ഇതിനു മുമ്പേ തന്നിട്ടുണ്ടായിരിക്കാം അല്ലേ. നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നു, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അന്നേരം അങ്ങനെ ചിന്തിക്കുക. അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും, അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആധ്യാത്മിക ശക്തിയെ വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അതായത് വലിയ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ വളരെ ശക്തമായ വേരുകളുള്ള വൃക്ഷങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ബാക്കി മരങ്ങളെല്ലാം ആ ഒഴുക്കിൽപ്പെട്ടു പോകുന്നില്ല, അല്ലെങ്കിൽ കാറ്റിൽ തകർന്നു പോകും. അതുകൊണ്ട് നമ്മുടെ വേരുകളെ ശക്തമാക്കുക. വേരുകളെ ശക്തമാക്കുന്നത് എങ്ങനെയാണ്? ഭഗവാന്റെ തിരുനാമം ജപിച്ച് ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാ ദിവസവും ഈ 6 മണിക്ക് ഒത്തുകൂടുന്നത്. ഹരേ കൃഷ്ണ. അപ്പോൾ ശ്രീമദ് ഭാഗവതം, ഒരിക്കലും ഒരു മിനിറ്റ്, ഇവിടെ ലൈറ്റ് ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രീമദ് ഭാഗവതം ആദ്യം ഭഗവാൻ ബ്രഹ്മദേവന്റെ ഹൃദയത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ആ ബ്രഹ്മദേവനാണ് ശ്രീമദ് ഭാഗവതം നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നാരദ മഹർഷി അത് ശുകദേവ് ഗോസ്വാമിക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം മുന്നോട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ ശ്രീമദ് ഭാഗവതം ശ്രീമദ് ഭാഗവതം ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഭാഗവതം പിന്നെ ബ്രഹ്മദേവൻ വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയും നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയും നാരദ മഹർഷി പിന്നെ അത് വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയും വ്യാസമഹർഷി ശുകദേവ് ഗോസ്വാമി പരീക്ഷത്തിനും പറഞ്ഞു കൊടുക്കുകയാണ്. ശുകദേവ് ഗോസ്വാമി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവിടെ സൂത ഋഷിയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ സൂത ഋഷിയാണ് പിന്നെ നൈമിഷാരണ്യ വനത്തിൽ ശൗനകാദി ഋഷികൾക്ക് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് ശ്രീമദ് ഭാഗവതം? ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ, ഭക്തർ, ഭക്തി, ഇതാണ് ശ്രീമദ് ഭാഗവതം. പൊതുവെ പറയുന്നു ഭാഗവതാനാം ചരിതം ഇതം ഭാഗവതം. അതായത് ഭക്തരുടെ ചരിതം, ഭഗവാനും ഭക്തരുമായിട്ടുള്ള ബന്ധം, ഇതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നു. ആ ഒരു ഭാഗവതത്തിലൂടെ എന്താണ് നമുക്ക് അത് ചർച്ച ചെയ്യുന്നതിലൂടെ still I am chanting from alone on mental and physically lost mode. I am trying to happy to feel with me everybody. See, what we should understand is, I can understand the pain that you're going through, but ultimately everybody has to leave this world one day. Whether it's me, you, or everybody has to leave this body one day. So death is certain. We cannot avoid it. No matter how rich we are or how much influential we are, we have to leave this body one day. So that's what Bhagavad Gita is teaching. Spiritual path begins with our understanding of death. We are not dying actually. The body body will be getting destroyed one day. So we have to leave this body one day.
So that reality we have to accept. We cannot avoid it. So spirituality is a subject where we are studying about something beyond our body. Whole life we are thinking about the body's comforts and enjoyment, and when we get some suffering, we are deeply hurt by it, and we feel depressed. But instead we should understand this is part of life. We have to tolerate it and move ahead. അപ്പോൾ ഇവിടെ ശുകദേവ് ഗോസ്വാമി വ്യാസമഹർഷിയിൽ നിന്നും ശ്രീമദ് ഭാഗവതം കേൾക്കുകയാണ്. വ്യാസമഹർഷിയുടെ മകനാണ് ശുകദേവ് ഗോസ്വാമി. ശുകദേവ് ഗോസ്വാമി പരീക്ഷത്തിന് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഭാഗവതം സൂതഋഷി കേൾക്കുകയാണ് നൈമിഷാരണ്യ വനത്തിൽ വെച്ച്. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ കുറേ സത്സംഗങ്ങളിലായിട്ട് നമ്മളിത് ചർച്ച ചെയ്ത കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഇത് വീണ്ടും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇന്നു മുതൽ നമ്മൾ എല്ലാ ദിവസവും ഭാഗവത തത്വങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അത്തരം ഭാഗവത കഥകൾ നമുക്ക് ഏറെക്കുറെ അറിയാം, പക്ഷെ ഭാഗവത തത്വങ്ങളാണ് അറിയാത്തത്. അന്നേരം നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്ന ഭാഗവത തത്വങ്ങളെ മനസ്സിലാക്കുക. ഓരോരോ സ്കന്ധത്തിലും ഓരോരോ അധ്യായങ്ങളിലും, അതായത് ഭാഗവതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതേപോലെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിലൂടെ തത്വങ്ങളിൽ മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് ശ്രീമദ് ഭാഗവതത്തിൽ ഈ ഒരു നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് ആദ്യത്തെ സ്കന്ധം മുതൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന വ്യക്തി ഭാഗവതം ആരോടൊക്കെ ചർച്ച ചെയ്യുന്നു, അതാരൊക്കെയാണ്? ആദ്യം ഭാഗവതം ഭഗവാൻ സ്വയം ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മദേവൻ അത് നാരദ മഹർഷിക്കും, നാരദ മഹർഷി വ്യാസമഹർഷിക്കും, വ്യാസമഹർഷി അത് ശുകദേവ് ഗോസ്വാമി, അതായത് സ്വന്തം മകനായ ശുകബ്രഹ്മഋഷിക്ക് പറഞ്ഞു കൊടുക്കുകയും, ശുകബ്രഹ്മഋഷി എന്ന് പറയാം, ശുകദേവ് ഗോസ്വാമി എന്ന് പറയാം. ഇത് നമ്മൾ ബഹുമാന സൂചകമായിട്ട് പറയുന്നതാണ്. കാരണം ഇവരൊന്നും സാധാരണ വ്യക്തികളല്ല, വളരെ ഉയർന്ന തരത്തിലുള്ള വ്യക്തികളാണെന്നല്ല. അവരോടുള്ള ബഹുമാനം വ്യക്തമാക്കുന്നത് ഗോസ്വാമി എന്നോ അല്ലെങ്കിൽ, കാരണം സാധാരണ ഒരു സ്വാമി എന്നുള്ള ഒരു വാക്കല്ല ഇവർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഒരു സാധാരണ ഒരു ഋഷി എന്നും പറയാൻ കഴിയില്ല. ബ്രഹ്മഋഷി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതീന്ദ്രിയ ബോധത്തിലിരിക്കുന്നവർ എന്നാണ്. അതാണ് നമ്മൾ ബ്രഹ്മഋഷി എന്നോ ശുകദേവ് ഗോസ്വാമി എന്നോ പറയുന്നു. ഇനി നമുക്ക് മുന്നോട്ട് ചർച്ച ആരംഭിക്കാം. അപ്പോൾ വ്യാസമഹർഷി ശുകദേവ് ഗോസ്വാമിക്ക് ഭാഗവതം പറഞ്ഞു കൊടുത്തു. ശുകദേവ് ഗോസ്വാമി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന ആ സമയത്ത് സൂതഋഷി അത് കേൾക്കുകയാണ്. ആ സൂതഋഷി പിന്നെ നൈമിഷാരണ്യ വനത്തിൽ ഒത്തുകൂടി ശൗനകാദി ഋഷികളോട് ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് നൈമിഷാരണ്യ വനത്തിൽ ഒത്തുകൂടാനുള്ള കാരണമായത്? കാരണം കലിയുഗം ആരംഭിക്കുകയായിരുന്നു. അതായത് പരീക്ഷിത്ത് മഹാരാജിന്റെ വൈകുണ്ഠ പ്രാപ്തിക്ക് മുമ്പായിട്ട് തന്നെ ഭഗവാൻ ഈ ലോകത്തിൽ നിന്നും, ഭഗവാന്റെ അവതാര ഉദ്ദേശങ്ങൾ, ഭഗവാൻ ഈ ലോകത്തിൽ അവതരിച്ചിട്ട് ഭഗവാൻ തിരിച്ചു പോയ ആ സമയത്ത് കലി ആരംഭിച്ചു, കലിയുടെ പ്രഭാവം ആരംഭിച്ചു. പക്ഷെ പരീക്ഷിത് മഹാരാജ് അതിനെ തടഞ്ഞു നിർത്തി. പക്ഷെ പരീക്ഷത്തിന്റെ മരണത്തോടുകൂടി, മരണമല്ല വൈകുണ്ഠപ്രാപ്തി, മരണം എന്ന് പറഞ്ഞാൽ ദേഹം ത്യജിച്ച് വീണ്ടും ജനിക്കുന്നതാണ്. പക്ഷേ ഇനി ഒരിക്കലും മരണമില്ലാത്തൊരവസ്ഥ, അതാണ് മോക്ഷപ്രാപ്തി അല്ലെങ്കിൽ വൈകുണ്ഠപ്രാപ്തി. അപ്പോൾ പരീക്ഷിത്ത് പോയതിനു ശേഷം, പരീക്ഷിത്ത് മഹാരാജ് ഈ ലോകത്തിൽ നിന്ന് പോയതിനു ശേഷം കലിയുഗം ഇനിയും ശക്തമാകും എന്ന് എല്ലാവർക്കും മനസ്സിലായി. അവർ പൊതുവെ ഋഷിമാരെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഈ ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് സത്പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ സത്സംഗം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ സത്സംഗം എന്ന് ഉദ്ദേശിച്ചാൽ അതൊരിക്കലും ദക്ഷിണ കാംക്ഷിച്ചോ സ്വന്തം പാണ്ഡിത്യം തെളിയിക്കാനോ വേണ്ടിയായിരിക്കരുത്. അതൊരു യജ്ഞമാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് സത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ്. എന്നിട്ട് ആ പറയുന്ന വ്യക്തിയും സ്വന്തം ജീവിതത്തിൽ അത് ആചരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നതാണ്.
അപ്പോൾ കലിയുഗത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ്? പൊതുവെ ആൾക്കാർക്ക് ആധ്യാത്മിക കാര്യത്തിൽ താല്പര്യം കാണത്തില്ല, ആയുസ് വളരെ കുറവായിരിക്കും, ദുഃഖം എപ്പോഴും ക്ലേശങ്ങളുടെ നടുവിലായിരിക്കും, അവർക്ക് മനസ്സ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, പല രോഗങ്ങൾ അവരെ ബാധിക്കും, സമയം തീരെ കാണത്തില്ല, ആയുസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറവാണ്. അതായത് ഇങ്ങനെയുള്ള പല പല കാരണങ്ങളാൽ അവർക്ക് ആധ്യാത്മിക കാര്യത്തിലും താല്പര്യം കാണത്തില്ല, എപ്പോഴും ക്ലേശങ്ങളുടെ നടുവിലായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു സദ്ഗതി ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു നൈമിഷാരണ്യ വനത്തിൽ ശൗനക ഋഷിയുടെ നേതൃത്വത്തിലുള്ള, അതുകൊണ്ടാണ് ശൗനകാദി ഋഷികൾ എന്ന് പറയുന്നത്. ശൗനക ഋഷികളുടെ നേതൃത്വത്തിലുള്ള കുറച്ച് ഋഷിമാരെല്ലാവരും ഒത്തുകൂടി കലിയുഗം ആരംഭിക്കുകയല്ലേ, അതുകൊണ്ട് യജ്ഞം ചെയ്യാമെന്ന് വിചാരിച്ചു. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം. അപ്പോൾ ഇത് എപ്പോഴാണ് ചെയ്തത്? ഓരോ യുഗങ്ങളുടെയും മധ്യത്തിലായിട്ട്, ഒരു യുഗം കഴിഞ്ഞ് അടുത്തൊരു യുഗം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഇരു യുഗങ്ങളുടെയും മധ്യത്തിലായിട്ട് ഒരു സന്ധ്യാസമയമുണ്ട്. അതായത് നമ്മൾ പകൽ കഴിഞ്ഞ് രാത്രിയാകുന്നതിൻ്റെ മധ്യത്തിൽ ഒരു സന്ധ്യ ഉണ്ടല്ലോ, ഒരു 6 മുതൽ 6:45 അല്ലെങ്കിൽ 6:15 മുതൽ 6:45 വരെയുള്ള ഒരു സമയം ഏകദേശം. സൂര്യൻ അസ്തമിച്ചു, പക്ഷെ എന്നാലും പൂർണ്ണമായിട്ടും അന്ധകാരമാകാത്തൊരു സമയം, അതിനെ സന്ധ്യാസമയം എന്ന് പറയാം. അത് രാവിലെയുണ്ട്, അതേപോലെ രാത്രിയിൽ നിന്നും നേരം പുലർക്കുന്ന ഒരു സമയം, അത് സന്ധ്യ. ഉച്ചയ്ക്കും അതേപോലെ സൂര്യൻ മധ്യത്തിൽ നിൽക്കുമ്പോൾ സന്ധ്യകൾ എന്ന് പറയുന്ന പോലെ. ഹരേ കൃഷ്ണ. അപ്പോൾ അതേപോലെ ഓരോ യുഗങ്ങളുടെ മധ്യത്തിലും സന്ധികളുണ്ട്. ദ്വാപര യുഗം കഴിഞ്ഞ് കലിയുഗം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സന്ധ്യായുഗമുണ്ട്. അത് ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു കാലാവധിയാണ്. ആ സമയത്താണ് നൈമിഷാരണ്യ വനത്തിൽ ഒരു ഭക്ത ചോദിക്കുന്നു, ഭഗവാൻ എല്ലാ അവതാരങ്ങൾക്കും ശേഷം കലിയുഗ ആരംഭത്തിൽ തന്നെയാണോ നാരദ മഹർഷിക്ക് ഭാഗവതം ഉപദേശിക്കുന്നത്? മുൻപുള്ള ചതുർയുഗങ്ങളിലാണോ ഉപദേശിക്കുന്നത്? ഭഗവാൻ എല്ലാ അവതാരങ്ങൾക്കും ശേഷം കലിയുഗ ആരംഭത്തിൽ തന്നെയാണോ? അല്ല. ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സൃഷ്ടിയുടെ തുടക്കത്തിലാണ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുന്നത്. ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഇതിന് വളരെ മുമ്പെയാണ്. പക്ഷെ നാരദ മഹർഷി വ്യാസ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഇടയ്ക്കാണ്. അതായത് കലിയുഗം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട്, അതായത് ദ്വാപര യുഗത്തിന്റെ ആ സമയത്ത് തന്നെയാണ് ഉപദേശിക്കുന്നത്. അതിനുശേഷമാണല്ലോ ശുകദേവ ഗോസ്വാമിക്ക് ആ ഭാഗവതം ലഭിക്കുന്നത്. ഭാഗവതം എഴുതിയത് കലിയുഗത്തിന്റെ ആ ഒരു ആരംഭഘട്ടത്തിലാണ്. കാരണം വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ എഴുതി അദ്ദേഹത്തിന് അതിനു മുമ്പേ ആള് അതിനെ രചിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ റെഡിയാക്കിയിരുന്നു. നൈമിഷാരണ്യ വനം നമ്മുടെ നോർത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് ആ യഥാർത്ഥ നൈമിഷാരണ്യ വനവും ആക്സസിബിൾ അല്ല. ഇന്നിപ്പോൾ നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലം ഉണ്ടെങ്കിലും, വൃന്ദാവനം പോലെ സ്ഥലം ഉണ്ടെങ്കിലും, യഥാർത്ഥത്തിൽ കാലചക്രം പ്രവർത്തിക്കാത്തൊരു സ്ഥലമാണ് നൈമിഷാരണ്യം. ആ യഥാർത്ഥ നൈമിഷാരണ്യം നമുക്ക് ആക്സസിബിൾ അല്ല. പക്ഷേ നമ്മൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ലൊക്കേഷൻ കാണാൻ പറ്റും. നൈമിഷാരണ്യ വനം അതിപ്പോൾ വനമായിട്ടല്ല, ഒരു ക്ഷേത്രമുണ്ട് അവിടെ സൂത ഗോസ്വാമി ഇരുന്ന് ശൗനകാദി ഋഷികളും ഒത്തുകൂടിയ ആ സ്ഥലം ഇപ്പോഴും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുമ്പോൾ ഭാഗവതത്തിൽ പറഞ്ഞ എല്ലാ കഥകൾ മാത്രമല്ല ശ്രീമദ് ഭാഗവതം. ഇപ്പോ ഭഗവാൻ ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്ത ഭാഗവതം 4 ശ്ലോകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു, ചതുശ്ലോകി ഭാഗവതം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന 12 സ്കന്ധങ്ങൾ അടങ്ങിയതാണ് ഭാഗവതം എന്ന് വിചാരിച്ചാൽ കറക്റ്റാണ്. പക്ഷേ അങ്ങനെയുമല്ല. എങ്ങനെ? അതായത് നമ്മൾ വിചാരിക്കുന്ന ഭാഗവതം എന്ന് പറഞ്ഞാൽ ഈ 12 സ്കന്ധങ്ങൾ അടങ്ങിയ ഭാഗവതം അല്ല. ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള അറിവുകളാണ്.
ഈ ഭാഗവതത്തിൽ പറയുന്ന ഓരോ ലീലകളും പരാമർശിച്ചാൽ മാത്രമാണ് ഭാഗവതം എന്നല്ല. വ്യാസമഹർഷി ആ കേട്ട തത്വങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാർത്ഥങ്ങൾ, പരമസത്യം, അൾട്ടിമേറ്റ് ട്രൂത്ത്, ഒരിക്കലും മാറാത്ത സത്യങ്ങൾ, അതിനെയാണ് തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ എപ്പോഴും തത്വം മാത്രമായിരുന്നു. അതായത് ഒരു കോഡായിട്ട്, അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായിട്ട് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാരം ആരാണ്, എന്താണ് ഇതിന്റെ എന്നൊക്കെ പറയുന്നു. മനസ്സിലായില്ല? എന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ആരാണ്, ഇതിന്റെ ആധാരം ആരാണ്, ഇതെങ്ങനെ വരുന്നു, ഇതാരാണ് ഇതിനെ നിലനിർത്തുന്നത്, എല്ലാത്തിൻ്റെ ഒടുവിൽ ഇത് ആരിലേക്കാണ് ചെന്ന് ചേരുന്നത്, ഇതാണ് തത്വം എന്ന് പറയുന്നത്. അന്നേരം ആ തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി വ്യാസമഹർഷി കഥ എഴുതിയതല്ല, പക്ഷെ നടന്ന സംഭവങ്ങളെയും ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യിപ്പിക്കാം. അതായത് ഭഗവാൻ ഇവിടെ അവതരിച്ചപ്പോൾ നടന്ന സംഭവങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗവത തത്വങ്ങളെയും കൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്നല്ല, നടന്നു. കാരണം അങ്ങനെ ചില ഭാഗവത ആചാര്യന്മാർ ചിന്തിക്കാറുണ്ട്, അവർ പറയാറുണ്ട് ഇതൊക്കെ നടന്നു എന്നതിന് ഉറപ്പൊന്നുമില്ല, ഇത് അടിസ്ഥാനരഹിതമാണ്, ഇത് വെറുതെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള മാനുഷിക മൂല്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ആചാര്യന്മാർ എഴുതിയതാണ്, ജ്ഞാനം വിരക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി, ഉണർത്താൻ വേണ്ടി എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല, ഇത് നടന്ന സംഭവങ്ങൾ തന്നെയാണ്. പക്ഷെ ആ സ്ഥലത്തിന്റെ വ്യാപ്തി, അതായത് അന്ന് നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സ്ഥലത്തിന്റെ വ്യാപ്തി, അതൊക്കെ നമുക്ക് ഇന്ന് ഗ്രഹിക്കാൻ കഴിയില്ല. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ഗ്രഹിക്കാൻ കഴിയില്ല. ഇപ്പം ദ്വാരക തന്നെ കൂടാനുകൂടി ആൾക്കാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഭഗവാന്റെ സ്വന്തം കുട്ടികളെ ഉൾപ്പെടുത്തി, കുട്ടികളും കൊച്ചുമക്കളും ഉൾപ്പെടെയുള്ള ഭഗവാന്റെ ഭാര്യമാരും ഉള്ള ആ ഒരു കുടുംബം തന്നെ കൂടാനുകൂടി ആൾക്കാരുണ്ട് എന്നാലോചിച്ചു. അന്നേരം ഇത്രയും ആൾക്കാർ, അത് കൂടാതെ ഭഗവാന്റെ മറ്റ് യദുക്കളും, ഇവരെല്ലാവരും കൂടെ നമ്മൾ മൊത്തം കൗണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരു ദ്വീപിൻ്റെ ഉള്ളിൽ ഇത്രയും പേര് എങ്ങനെ താമസിക്കാനാണ്. ഇപ്പം ഇത്രയും നമ്മുടെ ഭാരതത്തിലെ കൂടാനുകൂടി ജനങ്ങൾ താമസിക്കുന്നത് ഇത്രയും വലിയൊരു രാജ്യത്തിലാണ്, ഒന്നാലോചിച്ച് നോക്കണം. അപ്പോൾ ഇത്രയും സ്ഥലം നമുക്ക് വേണം ഈ ഒരു എന്തു പറയുന്ന രാജ്യത്തിന് നമ്മൾ ഇതിൽ താമസിക്കാനായിട്ട്. ഒരു മിനിറ്റ്, ഞാൻ ഫ്ലാഷ് നോക്കും. അപ്പോൾ ഇത്രയും ആൾക്കാർ വേണം, ഇത്രയും സ്ഥലം നമുക്ക് വേണം. അങ്ങനെ ഇരിക്കെ ഒരു ചെറിയ ദ്വീപിൻ്റെ ഉള്ളിൽ ഇത്രയും പേർ എങ്ങനെ താമസിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കും ചിലപ്പോൾ. പക്ഷേ അങ്ങനെയല്ല. കാരണം ഓരോ യുഗങ്ങൾ മാറുന്തോറും സ്ഥലത്തിൻ്റെ വ്യാപ്തി കുറയും. നാരായണ. അപ്പോൾ സത്യയുഗത്തിലുള്ളതുപോലെയല്ല ത്രേതായുഗത്തിലെ ഭൂമി, ത്രേതായുഗത്തിലെ പോലെയല്ല ദ്വാപരയുഗത്തിലെ പോലെയല്ല കലിയുഗത്തിലെ. യുഗങ്ങൾ മാറുന്തോറും സ്ഥലം മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളത്. അത് മുന്നോട്ട് നമുക്ക് പഠിക്കും. 5ാമത്തെ സ്കന്ധം വേദിക് കോസ്മോളജിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ നൈമിഷാരണ്യ വനം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് പോയാലും അതല്ല യഥാർത്ഥ നൈമിഷാരണ്യം. കാരണം കാലചക്രത്തിന്റെ പ്രവാഹം അവിടെ ഇല്ല. അവിടെ കാലചക്രത്തിന്റെ, അതായത് അവിടെ പകൽ രാത്രി അങ്ങനെ അവിടെ കാലചക്രത്തിന്റെ ഒരു എഫക്റ്റും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നൈമിഷാരണ്യ വനം. അത് ഇന്ന് മനുഷ്യർക്ക് ആക്സസിബിൾ അല്ല. പക്ഷെ ഏകദേശം ഇന്ന് നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ നമുക്കത് ഇന്നിപ്പോൾ ആക്സസ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്ക് നൈമിഷാരണ്യ വനത്തെ പ്രതിനിധീകരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പോകുന്നതിൽ തെറ്റില്ല. അത് നൈമിഷാരണ്യ വനത്തിൽ പോകുന്നതിൻ്റെ അതേ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. പക്ഷെ യഥാർത്ഥ നൈമിഷാരണ്യ വനം നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കും.
അപ്പോൾ ശുകദേവ് ഗോസ്വാമി പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് സൂതഋഷി കേൾക്കുകയും അത് അദ്ദേഹം പിന്നെ നൈമിഷാരണ്യ വനത്തിൽ ശൗനകാദി ഋഷികൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിലെ ആദ്യത്തെ സ്കന്ധത്തിലെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ ഭഗവാനാണ് എന്നത് തന്നെയാണ്. ആ ഒരു വിഷയത്തെയാണ് ഒന്നാമത്തെ സ്കന്ധത്തിൽ പൂർണ്ണമായിട്ടും സ്ഥാപിക്കുന്നത്. ഭാഗവതം എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ശ്രീകൃഷ്ണ ഭഗവാനെ കണക്ട് ചെയ്തതായിരിക്കണം. കാരണം ഈ എല്ലാ അവതാരങ്ങളും എല്ലാ രൂപങ്ങളും വരുന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. ഇത് കൃഷ്ണഭക്തര് മാത്രം പറയുന്ന കാര്യങ്ങളല്ല. അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും എല്ലാം ഭഗവാൻ കൃഷ്ണനിലൂടെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം ഇത്രയും വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഒക്കെ എഴുതിയിട്ടും വ്യാസമഹർഷിക്ക് ഒരു തൃപ്തി വരുന്നില്ല എന്ന് നമ്മൾ ഈ ഒരു സ്കന്ധത്തിൽ പഠിക്കും. ആ അതൃപ്തിക്ക് കാരണം ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് എഴുതിയിരുന്നുവെങ്കിലും ഭഗവാന്റെ ആ വ്യക്തിത്വം ഭഗവാനാണെന്ന് വ്യക്തമായിട്ട് എഴുതിയില്ലായിരുന്നു എന്ന്. മഹാഭാരതത്തിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടുതലും ധർമ്മത്തെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. എങ്ങനെ നമ്മൾ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം, ധർമ്മത്തിലൂടെ നമ്മുടെ ജീവിതം എങ്ങനെ സഫലമാകും, അധർമ്മം ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന്. അന്നേരം ധർമാർത്ഥ കാമ മോക്ഷത്തെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഭക്തിയുടെ തലങ്ങൾ ഭഗവാൻ കൃഷ്ണൻ മെയിൻലി ആരാണെന്നും എന്താണെന്നും കൂടുതൽ വ്യക്തത കിട്ടുന്നത് ശ്രീമദ് ഭാഗവതത്തിലൂടെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവത്തിലെ പ്രധാന വിഷയം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നതാണ്. അത് മറ്റാരും ഭഗവാനല്ലേ. നമ്മൾ പൊതുവെ ഞാനിത് സത്സംഗത്തിലുള്ള ഭക്തർ മാത്രമല്ല പുതിയ ആൾക്കാർക്കും കൂടെ വേണ്ടി പറയാം. നമ്മൾ ചിലപ്പോൾ എല്ലാവരെയും ഭഗവാൻ എന്ന് വിളിക്കും, അല്ലെ, മറ്റു ദേവന്മാരെയും ഭഗവാൻ എന്ന് വിളിക്കും. പക്ഷെ ഭഗവാൻ എന്ന വാക്കിന്റെ യഥാർത്ഥത്തിൽ അത് സംബോധന ചെയ്യപ്പെടേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യത്തിലായിരിക്കണം. എന്തുകൊണ്ട്? ആ വാക്കിന് പൂർണ്ണമായിട്ടും അനുയോജിക്കുന്നത് അദ്ദേഹം മാത്രമാണ്. അതെങ്ങനെയാ? ഇപ്പോൾ നമ്മളൊരു ഗ്രാമത്തിൽ ഒരു വ്യക്തി പണക്കാരനാണെന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിൽ പണക്കാരനായിരിക്കാം. പക്ഷെ ആ ഗ്രാമത്തിനപ്പുറത്ത് അവിടെയും ധനികരായിട്ടുള്ള വ്യക്തികൾ കാണും. അവരെ വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ ധനം ഒന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഒരു ഗ്രാമത്തിൽ ഒരാൾ പണക്കാരനാണെങ്കിലും ഒരു ജില്ലാ തലത്തിൽ നോക്കുമ്പോൾ വേറൊരു പണക്കാരനായിരിക്കാം, ഒരു സംസ്ഥാനത്തിൽ നോക്കുമ്പോൾ വേറൊരു വ്യക്തിയായിരിക്കാം, ഒരു രാജ്യത്തിൽ നോക്കുമ്പോൾ വേറൊരു വ്യക്തിയായിരിക്കും പണക്കാരനായിട്ട്. ഇനി ലോകമെമ്പാടും വെച്ച് നോക്കുമ്പോൾ വേറൊരു വ്യക്തിയായിരിക്കാം. ഒരുപാട് പണക്കാർ ഈ ലോകത്തിലുണ്ടെങ്കിലും ഏറ്റവും പണക്കാരനായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ആ ഒരു വ്യക്തി വേറെ ആയിരിക്കും, അല്ലെ? അതേപോലെ ഭഗവാൻ എന്ന വാക്ക് നമ്മൾ പല വ്യക്തികൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭക്തനെയും ഭഗവാൻ എന്ന് സംബോധന ചെയ്യും. ഭാഗവത്തിൽ തന്നെ നാരദ മഹർഷിയെ ഭഗവാൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭഗവാൻ എന്ന ശബ്ദം ഏറ്റവും പൂർണ്ണമായിട്ട് അനുയോജിക്കുന്നത് അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യത്തിലാണ്. അന്നേരം ഭഗവാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? ഭഗം പൂർണ്ണമായിട്ടുള്ള വ്യക്തി, ധനവാൻ എന്ന് നമ്മൾ പറയത്തില്ലേ, നമ്മൾ പറയില്ലേ ഭാഗ്യവാൻ. അത് ഭാഗ്യവാൻ എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് ഭഗവാൻ എന്ന വാക്ക് വരുന്നത്. ഇവരെന്താണ് ഈ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പൊതുവെ ഒരു വ്യക്തിയെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ വ്യക്തിക്ക് എവിടെന്നെങ്കിലും കാശ് കിട്ടുമ്പോഴോ
അല്ലെ? അതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. പക്ഷേ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്നും ഒരർത്ഥമുണ്ട്. പൊതുവെ നമ്മളും ഐശ്വര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് സമ്പന്നതയിൽ ഇരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരുപാട് കാണാൻ ഭംഗിയുള്ള വ്യക്തി, അതിനെയൊക്കെയാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അതിനെയും ഐശ്വര്യം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 തരത്തിലുള്ള ഐശ്വര്യമുണ്ട്. 6 ഐശ്വര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് അറിവ്, സമ്പത്ത്, കീർത്തി, ശക്തി, സൗന്ദര്യം, വിരക്തി. ഈ 6 എണ്ണമാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം, ഭഗം എന്നും പറയും. ഈ 6 ഐശ്വര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഐശ്വര്യം നമുക്കൊരു വ്യക്തിയിൽ കാണാൻ പറ്റും. അതായത് ഒരു വ്യക്തിക്ക് അറിവുണ്ടായിരിക്കാം, പക്ഷെ സമ്പത്ത് കാണത്തില്ല, ചിലപ്പോൾ കീർത്തി കാണത്തില്ല, സൗന്ദര്യം കാണത്തില്ല, ശക്തി കാണത്തില്ല, അല്ലെങ്കിൽ വിരക്തിയും കാണത്തില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ സമ്പത്ത് കാണും, ബാക്കിയുള്ള 5 കാണത്തില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ വളരെ ഫേമസ് ആയിരിക്കും, പക്ഷെ ബാക്കിയുള്ള 5 ഐശ്വര്യങ്ങളും കാണത്തില്ല. അല്ലെങ്കിൽ സൗന്ദര്യം കാണും, ബാക്കിയുള്ള 5 ഐശ്വര്യം കാണത്തില്ല. അല്ലെങ്കിൽ പിന്നെ ശക്തി കാണും, ബാക്കി 5 കാണത്തില്ല. വിരക്തി കാണും, പക്ഷെ 5 കാണത്തില്ല. ചിലപ്പോൾ ഒന്നോ ഒന്നിൽ കൂടുതലോ ഐശ്വര്യങ്ങൾ കാണും. ഒരു വ്യക്തി സമ്പന്നനായിരിക്കും, അതേപോലെ കീർത്തിമാനുമായിരിക്കും, ഫേമസും ആയിരിക്കും. ഇനി ചിലപ്പോൾ അത്രത്തോളം യോഗ്യരായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, അതായത് പൂർവ്വജന്മ കർമ്മങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ പിന്നെ ദേവന്മാരുടെ ആ ഒരു സ്ഥാനം ലഭിച്ച ജീവാത്മാക്കളാണെങ്കിൽ, അതും നമ്മൾ ഓർക്കുക. ഞാൻ പ്രത്യേകിച്ച് പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ പൊതുവെ ദേവന്മാരെയും ഭഗവാനായിട്ട് കാണുന്നു. ദേവന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അവരെ ബഹുമാനിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട എന്നല്ല. നമ്മുടെ എല്ലാവിധ കാര്യങ്ങൾക്കും നമുക്ക് ദേവന്മാരുടെയും ഭഗവതിയുടെയും അനുഗ്രഹം വേണം. ഭഗവാൻ, ഭഗവതി എന്ന് പറയുന്നത് ഒരിക്കലും മാറുന്നില്ല. ഭഗവാനും ഭഗവാന്റെ ശക്തിയാണ്. പക്ഷെ മറ്റു ഉപദേവന്മാർ, വിഘ്നേശ്വരൻ മുതലുള്ള എല്ലാ ദേവന്മാരുടെയും സ്ഥാനങ്ങൾ മാറും. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ, ഭഗവാന്റെ വിസ്തരണങ്ങളാണ് വിഷ്ണു രൂപങ്ങളെല്ലാം. പിന്നെ ഭഗവാന്റെ ശക്തിയാണ് ശ്രീമതി രാധാറാണി ആദിപരാശക്തി. പിന്നെ ദേവിയിൽ നിന്നാണ് എല്ലാവിധ ദേവി സ്വരൂപങ്ങളും വരുന്നത്. പിന്നെ ഭഗവാന്റെ വിസ്തരണമാണ് മഹാദേവൻ. അപ്പോൾ ഭഗവാൻ, പിന്നെ മഹാദേവൻ, ഭഗവാന്റെ ശക്തി, ഇത് മാറുന്നില്ല. പക്ഷെ മറ്റെല്ലാ ദേവന്മാരും അവരുടെ ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ മാറും. ഓരോ ദേവന്മാരുടെയും കാലാവധി എന്ന് പറഞ്ഞാൽ ഒരു മന്വന്തരമാണ്. ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കലിയുഗത്തിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ 5000 വർഷങ്ങൾ കഴിഞ്ഞു. ഇനി ഒരു 4,27,000 വർഷം ഇനിയും ബാക്കിയുണ്ട്. മൊത്തം കലിയുഗം എന്ന് പറഞ്ഞാൽ 4,32,000 വർഷമാണ്. ഇതിൻ്റെ ഇരട്ടി ദ്വാപര യുഗം, ഇതിൻ്റെ 3 ഇരട്ടി നമ്മുടെ ത്രേതായുഗം. 4 പ്രാവശ്യം ഗുണനം ചെയ്യുമ്പോൾ നമുക്ക് സത്യയുഗം എത്രയാണെന്ന് മനസ്സിലാവും. ഇതിനെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ഈ ഒരു ദിവ്യയുഗം എന്ന് പറയുന്നത്. അതായത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇതെല്ലാം കൂടെ കൂടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ഒരു ദിവ്യയുഗം എന്ന് പറയുന്നത്. അങ്ങനെ 1000 ഗുണനം, അതാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം. അങ്ങനെ തന്നെ ബ്രഹ്മദേവനൊരു രാത്രിയുണ്ട്. പകലും രാത്രി, അങ്ങനെ ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം, 100 വർഷം. അത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും 100 വർഷമാണ് അവരുടെ ആയുസ്. ഉറുമ്പാണെങ്കിലും ശരി, ബ്രഹ്മദേവൻ വരെയുള്ള എല്ലാവരും. പക്ഷെ അവരവരുടെ 100 വർഷം മാറിക്കൊണ്ടേയിരിക്കും. പൊതുവെ ടൈം ആൻഡ് സ്പേസ് ഈസ് റിലേറ്റീവ് എന്ന് സയൻസിൽ കേൾക്കാറില്ല. അതായത് സമയവും സ്ഥലവും അത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ്. അവരവരുടെ മനോഭാവം അനുസരിച്ചും ഗുണങ്ങൾ അനുസരിച്ചും യോഗ്യത അനുസരിച്ചുമായിരിക്കും
സമയത്തെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും ഉള്ള അവരുടെ ആക്സസിബിലിറ്റി, അവരതിനെ അനുഭവിക്കുന്നത്, സമയമാണെങ്കിലും സമയത്തെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചുമുള്ള അനുഭൂതി ഓരോ വ്യക്തിയുടെയും ബോധത്തിനനുസരിച്ചിരിക്കും. അതായത് അന്നേരം ചെറിയൊരു ഉറുമ്പ് താമസിക്കുന്നത് ഉറുമ്പിൻ്റെതായിട്ടുള്ള 100 വർഷങ്ങളിലാണ്. ബ്രഹ്മദേവന്റെ 100 വർഷം. അതേപോലെ ദേവന്മാരുടെ 100 വർഷം. അന്നേരം ഒരു ദിവസത്തിൽ, ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തിൽ 14 മനുക്കളുണ്ട്. മനു എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവരാണ്, ഭരണാധികാരികളാണ്. അന്നേരം മനുവിൽ നിന്നാണ് നമ്മളെല്ലാവരും വരുന്നത്, മനുഷ്യർ വംശം. അങ്ങനെ അന്നേരം നമ്മളെല്ലാവരും, അന്നേരം ഒരു മന്വന്തരം ഭരിക്കുന്നത് ഒരു മനുവാണ്. ആ മന്വന്തരം എന്ന് പറയുന്നത് 71 ദിവ്യ യുഗങ്ങളാണ്. 71 ചതുർയുഗം എന്ന് പറയും. കാരണം 4 യുഗങ്ങൾ ചേരുമ്പോൾ അത് ദിവ്യയുഗമായി അല്ലെങ്കിൽ ചതുർയുഗമായി. അങ്ങനെ 71 ചതുർയുഗമാകുമ്പോൾ അതിനെ ഒരു മന്വന്തരം എന്ന് പറയും. അങ്ങനെ 14 മനുക്കൾ ഭരിക്കുമ്പോഴാണ് ബ്രഹ്മദേവന്റെ ഒരു പകൽ കഴിയുന്നത്. ആ ഒരു മന്വന്തരത്തിലാണ് ദേവന്മാർ താമസിക്കുന്നത്. അത് കഴിയുമ്പോൾ അവരുടെ കാലാവധി കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ മാറ്റം ഇല്ലാത്തത് ഭഗവാൻ മാത്രമാണ്. എന്നെന്നും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥൻ ഭഗവാൻ തന്നെയാണ്. അഖിലകോടി ബ്രഹ്മാണ്ഡനായ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയുടെ സ്രോതസ്, എല്ലാവിധ വിസ്തരണങ്ങളും എല്ലാ ദേവന്മാരും വരുന്നത് ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന്. അന്നേരം ഈ ഒരു വാക്കിനെയാണ് ശ്രീമദ് ഭാഗവത്തിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ മെയിൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഇതിനു മുമ്പേ ഇതേ ആ അധ്യായത്തിൽ പല പല അവതാരങ്ങളെ കുറിച്ചും പറയാം. ഏതേച്ച അംശ കലാപംസ. അന്നേരം ഭഗവാനിൽ നിന്നും പല പല അംശങ്ങളും വിസ്തരണങ്ങളുടെ അംശങ്ങളും അസംഖ്യം അവതാരങ്ങൾ വരുന്നുണ്ട്. എണ്ണാൻ പോലും പറ്റാത്ത അത്രത്തോളം അവതാരങ്ങൾ വരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു 24 അവതാരങ്ങളെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവത്തിൽ പരാമർശിക്കുന്നത്. എന്നിട്ട് ആ അവതാരങ്ങളെയൊക്കെ പറഞ്ഞ് അതിൽ ഭഗവാൻ കൃഷ്ണനെയും ബലരാമസ്വാമിയും പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഭഗവാനെ അവതാരമായിട്ട് പറഞ്ഞതിന് ശേഷം പറയുന്നു, ഇതുവരെ പറഞ്ഞതെല്ലാം എന്താണ്? ഇതുവരെ പറഞ്ഞതെല്ലാം ഭഗവാന്റെ അംശമോ വിസ്തരണങ്ങളുടെ അംശമാണ്. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ ഭഗവാനാണ്. കൃഷ്ണൻ എന്ന് പറയുന്നത്, കൃഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തി, ദേവകി പുത്രൻ യശോദാനന്ദൻ, ആ കൃഷ്ണൻ എന്ന് പറയുന്നത് ഭഗവാൻ സ്വയമാണ് എന്ന് പറയുന്നു. മറ്റൊരു അവതാരങ്ങളെ അവിടെ ഭഗവാൻ സ്വയം എന്ന് പറയുന്നില്ല. അതിന്റെ അർത്ഥം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നേരത്തെ പറഞ്ഞ ഉദാഹരണം മനസ്സിലാക്കുക. പണക്കാരൻ ഒരു സ്ഥലത്ത് പണക്കാരനായിരിക്കാം, പക്ഷെ മൊത്തത്തിൽ പണക്കാരൻ ഏറ്റവും വലിയ പണക്കാരൻ. അതേപോലെ മറ്റെല്ലാ ഭഗവാന്റെ അവതാരങ്ങളെ പോലും നമുക്ക് ഭഗവാൻ എന്ന സംബോധന ചെയ്യുന്നതിനെക്കാട്ടിയും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുത്തി ആ വാക്ക് ഉപയോഗിക്കുമ്പോഴാണ്. ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഭഗവാന്റെ സമ്പൂർണ്ണ ശക്തികളും പ്രകടമാകുന്നത് ശ്രീകൃഷ്ണ ഭഗവാനിലാണ്. അതായത് ശ്രീകൃഷ്ണ രൂപമെടുത്ത് ഭഗവാൻ വരുമ്പോൾ, രൂപമെടുത്തു എന്ന് പറയാൻ കഴിയില്ല, കാരണം ഒറിജിനലി അതാണ് ഭഗവാന്റെ രൂപം. ആരെയാണോ നമ്മൾ പരമോന്നത ഈശ്വരൻ എന്ന് പറയുന്നത്, ആ വ്യക്തിയുടെ യഥാർത്ഥ രൂപം എന്നെന്നും കൃഷ്ണരൂപമാണ്. ഒടുക്കൊള്ളും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ രൂപം, അതാണ് ഏറ്റവും പരമോന്നതമായിട്ടുള്ള രൂപം. ആ ഒരു വിഷയമാണ് ശ്രീമദ് ഭാഗവത്തിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് പറയുന്നത്. ആ ഭഗവാനെ തിരിച്ചറിയാനുള്ള ഏറ്റവും ഉത്തമ മാർഗം കൃഷ്ണഭക്തിയാണ്, അദ്ദേഹത്തിനോടുള്ള ഭക്തി. ഇനി ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിനോടുള്ള സ്നേഹം, അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഒരു ആധ്യാത്മിക പുരോഗതി ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക പുരോഗതിയുടെ പരമോന്നത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്. ആത്മസാക്ഷാത്കാരത്തിന്റെ പരമോന്നത തലം ഭക്തിയാണ്.
ഭഗവാനോടുള്ള സ്നേഹം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അതിനെയാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഉയർന്ന തലങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. മനസ്സിലായില്ല? ഇതേ സ്കന്ധത്തിൽ തന്നെ കുന്തി ദേവി ഭഗവാനെ സ്തുതിക്കുന്നു. അത് ഭഗവാൻ പാണ്ഡവരെ രക്ഷിച്ചതിന് ശേഷം ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോകുന്ന സമയത്ത് ആ സമയത്ത് കുന്തി ദേവി സ്തുതിക്കുകയാണ്. പിന്നെ ഭീഷ്മർ ഈ ലോകം വിട്ടു പോകുന്നതിനെ കുറിച്ചും വർണ്ണിക്കുന്നു. പിന്നെ ദ്വാരകയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദ്വാരകാവാസികൾ ഇത്രയും കാലം, കാരണം ഈ മഹാഭാരത യുദ്ധമൊക്കെ അതിൻ്റെ പുറകിലായിരുന്നു ഭഗവാൻ. അതിനു മുമ്പേ ഉള്ള തയ്യാറെടുപ്പുകളും അതിൻ്റെയൊക്കെ നടുവിലായതുകൊണ്ട് ഭഗവാന് കുറേ കാലമായിട്ട് ദ്വാരകാവാസികളുടെ അടുത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്കെല്ലാം ഒരുപാട് വിരഹം അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ ഭഗവാൻ തിരിച്ചു വന്നപ്പോൾ അവർക്കെല്ലാം സന്തോഷമായി. വിരഹ ദുഃഖത്തിലായിരുന്നു അവർ. അതായത് ഭഗവാനെ കാണാത്തതിൻ്റെ ഒരു ദുഃഖത്തിലായിരുന്നു. എന്നിട്ട് ഭഗവാനെ കണ്ടപ്പോൾ ഉണ്ടായുള്ള ആനന്ദം, അതാണ് ദ്വാരകാവാസികളുമായിട്ടുള്ള ആ ഒരു രംഗം ശ്രീമദ് ഭാഗവത്തിൽ. ഇതെല്ലാം ആദ്യത്തെ സ്കന്ധത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആദ്യത്തെ സ്കന്ധം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്റെ തൃപ്പാദത്തെ പ്രതിനിധീകരിക്കുന്നു. അത് ഒരു ബേസാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കാനായിട്ട്. അതായത് പറയുന്ന ആള് ആരാണ്, ഇത് ഭാഗവതം എങ്ങനെ വന്നു, അതിനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ആരോട് പറയുന്നു, ആ വ്യക്തി ആരാണ്, ആ വ്യക്തി എങ്ങനെ അവിടെ വന്നിരുന്നു, പിന്നെ പല പല ജനറേഷൻസ് ആയിട്ട് ഇന്നത്തെ ആൾക്കാരുടെ കയ്യിൽ എങ്ങനെ എത്തി, അങ്ങനെയുള്ള വിഷയങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലാരിറ്റി ഉണ്ട്, ഭാഗവതം സാങ്കല്പിക ലേഖനമല്ല. സാങ്കല്പിക ലേഖനമായിരുന്നുവെങ്കിൽ ഇങ്ങനെ പല പല ജനറേഷൻസ് ആയിട്ട് ആ ഭാഗവതം ട്രാൻസ്ഫർ ചെയ്തതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് അവിടെ പറയുന്നത്, അല്ലെ? അതായത് ഭഗവാൻ ബ്രഹ്മദേവന് പറഞ്ഞു കൊടുക്കുന്നതും അത് ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നതും നാരദ മഹർഷി വ്യാസ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നതും അതിനെക്കുറിച്ച് അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 സ്കന്ധങ്ങൾ അടങ്ങിയ ആ ഭാഗവതം, അത് ഭാഗവതം തന്നെയാണ്. അതാണ് ഇന്ന് നമ്മൾ മനുഷ്യരാശിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗവതം. അന്നേരം ഇതേ ഭാഗവതമാണോ ഭഗവാൻ ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തത്? അല്ല, ഇതിന്റെ ഷോർട്ട് ഫോമാണ്. അതായത് ഭാഗവതത്തിൽ നിന്ന് എന്താണോ മനസ്സിലാക്കേണ്ടത് ആ തത്വം പറഞ്ഞു കൊടുത്തു. ആ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അതായത് യഥാർത്ഥ സാരാംശം ഇതിന്റെ, അത് പറഞ്ഞു കൊടുത്തു വളരെ ഷോർട്ടായിട്ട്. അതായത് ഒരു ബീജം എടുത്തു കഴിഞ്ഞാൽ ആ ബീജത്തിന്റെ ഉള്ളിൽ വലിയൊരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിൽ ഇനിയും ബീജങ്ങൾ വരും, അല്ലെ? എന്നാൽ ആ ഒരു ഭാഗവത്തെ ഒരു സീഡ് ഫോമിൽ, ഒരു ബീജ അവസ്ഥയിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് വ്യാസമഹർഷി എന്ത് ചെയ്യുന്നു? ബ്രഹ്മദേവൻ എന്ത് ചെയ്യുന്നു? ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് അതേ ഭാഗവതം കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നാരദ മഹർഷി അത് വ്യാസ മഹർഷിക്ക് സ്വന്തം ചരിതവും കൂടെ പറഞ്ഞു കൊടുത്ത് ഭാഗവത തത്വത്തിന്റെ, അതായത് ഈ ലോകത്ത് 2 വിധിയുണ്ട്, 2 രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. എങ്ങനെയൊക്കെ? വൈദിക വിധി അനുസരിച്ച് ജീവിക്കാം, ഭാഗവത വിധി അനുസരിച്ച് ജീവിക്കാം. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വൈദിക വിധി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഔപചാരികമായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം. ഭാഗവത വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ മുൻനിർത്തി എങ്ങനെ നമുക്ക് ജീവിക്കാം. ഇപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വൈദിക വിധിയാണ്. ക്ഷേത്രാങ്കണത്തിൽ ഭഗവാന്റെ രീതി, ഭഗവാനെ ആരാധിക്കുന്ന രീതി, ഔപചാരികതയാണ് കൂടുതൽ. അന്നേരം ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം. നമ്മുടെ വീട്ടില് നമ്മൾ ഭഗവാനെ ആരാധിക്കുമ്പോൾ
അന്നേരം ഇത് പല കൺഫ്യൂഷൻസും വരും. അത് ഉദാഹരണത്തിന് യൂട്യൂബിൽ പല ആൾക്കാരും പറയും ഭഗവാനെ ഇങ്ങനെ വെക്കാൻ പാടില്ല, വീട്ടിൽ വിഗ്രഹം വെക്കാൻ പാടില്ല, ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒക്കെ. അത് ശരിയുമാണ്, പക്ഷെ അതിനപ്പുറത്തായിട്ട് കുറച്ച് കാര്യങ്ങളുമുണ്ട്. ഒരു പ്രവചി ചോദിക്കുന്നു, വേദത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് പലരും സ്വാമി? വേദം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടിസ്ഥാനപരമായിട്ട് വേദങ്ങളാണല്ലോ ഭഗവാൻ ഈ ലോകത്തിന് ആദ്യം പറഞ്ഞു കൊടുത്തത്. ഭാഗവതം എന്താണോ അത് തന്നെയാണ് വേദങ്ങൾ. പക്ഷെ വേദങ്ങളിലൂടെ ഭാഗവത്തെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് ആചാര്യന്മാർ ഉദാഹരണം നൽകുന്നത് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ വൃക്ഷത്തെ പോലെയാണ്. വൃക്ഷത്തിന്റെ ശാഖകൾ, ഇലകൾ ഇതെല്ലാം കൊണ്ട് നിറഞ്ഞാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. പല പല ബ്രാഞ്ചസ് വേദങ്ങളുടെ ഉണ്ട്, ഷഡ്ദർശനങ്ങളും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ വേദങ്ങളെ മനസ്സിലാക്കാൻ ഉപനിഷത്തുകൾ വരുന്നു. അതായത് ഒരു മരത്തിന്റെ ശാഖകൾ പോലെയാണ് ഉപനിഷത്തുകളൊക്കെ. പിന്നെ അതിൽ നിന്ന് പുരാണങ്ങളും അതൊക്കെ വരുന്നു. ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി വ്യാസമഹർഷി വേദാന്ത സൂത്രം എഴുതി. ആദ്യം വേദാന്തം എഴുതി. വേദാന്തം അതിനെയാണ് വേദാന്ത സൂത്രം എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഈ ശാസ്ത്രങ്ങളിലൂടെ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ചുരുക്കത്തിൽ വ്യാസമഹർഷി എഴുതി തരികയാണ്. എന്നിട്ടും കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ വേദാന്ത സൂത്രത്തെ വിശദീകരിച്ച് എഴുതിയതാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതം ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അതെന്നും ഉണ്ട്. അപ്പോൾ എഴുതിയത് വ്യാസമഹർഷി ഈ കലിയുഗത്തിന്റെ ആരംഭത്തിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വേദങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. വേദങ്ങൾ, അതായത് നമ്മൾ ഈ ഭാഗവതവും വേദങ്ങളുടെ ഭാഗമാണ്. വേദങ്ങൾ എന്ന് പറയുമ്പോൾ 4 വേദങ്ങൾ, ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതെല്ലാം വേദശാസ്ത്രങ്ങളിൽ വരുന്നതാണ്. പക്ഷെ വേദങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇതെല്ലാം വേദശാസ്ത്രങ്ങളിൽ വരുന്നതാണ്. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രമേ ഇഷ്ടമാണ്, അത് മാത്രമേ ഞാൻ പഠിക്കൂ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അല്ലേ? നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കണ്ടേ? അതാണല്ലോ കംപ്ലീറ്റ് സിലബസ്. പ്രത്യേകിച്ച് ടീച്ചർ നമുക്കായിട്ട് പറഞ്ഞു നൽകിയ ആ സബ്ജക്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അന്നേരം വേദങ്ങളൊക്കെ മുൻ യുഗങ്ങളിൽ പഠിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ എളുപ്പമല്ല. വേദങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്നത് ഉച്ചാരണത്തിൽ മാത്രമാണ്. വേദങ്ങളുടെ അൾട്ടിമേറ്റ് കൺക്ലൂഷൻ യജ്ഞം. വേദങ്ങൾ പഠിക്കുന്നവർ എന്തായാലും യജ്ഞം ചെയ്തേ പറ്റൂ. പക്ഷെ ആ ഒരു യജ്ഞം കലിയുഗത്തിൽ പ്രാവർത്തികമല്ല, അത്ര എളുപ്പമല്ല. എല്ലാ ദിവസവും യജ്ഞങ്ങൾ ചെയ്യണമെന്നാണ്. പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്, പല കാര്യങ്ങൾക്കായിട്ടുള്ള യജ്ഞങ്ങളുണ്ട്. ആ യജ്ഞങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കി വേണം യജ്ഞം ചെയ്യാൻ. കൂടുതൽ ആൾക്കാരും യജ്ഞം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട്, അല്ലെങ്കിൽ പിന്നെ സ്വർഗലോക പ്രാപ്തിക്കായിട്ട്, ഇതൊക്കെയാണ് യജ്ഞത്തിലൂടെ അവർ ലക്ഷ്യമായിട്ട് കാണുന്നത്. പക്ഷെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, വേദേഷു സർവേ അഹമേവ വേദ്യോ. വേദങ്ങളിലൂടെ അറിയേണ്ടത് എന്നെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നു അർജുനോട്, ഭഗവാനെ അറിയുക എന്നതാണ് വേദങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ വേദങ്ങൾ പഠിച്ചിട്ട് ആ യജ്ഞത്തിലേക്ക് എത്തണം. ഇനി ആ യജ്ഞം ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഇത്രയും വേദങ്ങളൊക്കെ പഠിച്ചിട്ട് യജ്ഞങ്ങൾ ചെയ്തിട്ടും ദൈനംദിന ഉപജീവനത്തിനുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം മാത്രമാണ് കാണുന്നതെങ്കിൽ വേദങ്ങൾ മനസ്സിലാക്കിയില്ല എന്നതാണ് അർത്ഥം. വേദങ്ങൾ ഒരിക്കലും ഉപജീവന മാർഗമായിട്ട് കാണരുത്, പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇന്ന് പൊതുവെ അങ്ങനെ ആയിരിക്കുകയാണ്. വേദങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ഫീസ് ചാർജ് ചെയ്യുന്നു. പക്ഷെ ഇനി ബ്രാഹ്മണ്യ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ വേദങ്ങൾ പഠിക്കാൻ പാടുള്ളൂ, അല്ലാത്തവർക്ക് വേദങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. അത് വലിയൊരു തെറ്റാണ്. പക്ഷെ ഇന്നതൊരു വളരെ കമേർഷ്യലായിട്ട് പോകുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു. എന്നാൽ അതിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വേദങ്ങൾ മനസ്സിലായിട്ടില്ല എന്നതാണ് അർത്ഥം. വേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദ ഉച്ചാരണങ്ങൾ, വേദമന്ത്രങ്ങളെ ഉച്ചരിക്കുക എന്നതല്ല വേദങ്ങളുടെ ലക്ഷ്യം.
എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റി മനുഷ്യർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ പ്രധാന ആചാര്യനായ വ്യാസമഹർഷി ശ്രീമദ് ഭാഗവതം രചിച്ചത്. അതുകൊണ്ട് നമ്മൾ വേദമന്ത്ര ഉച്ചാരണത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. പക്ഷേ ഗീതാ ഭാഗവതം പഠിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കൊന്നും മനസ്സിലായില്ല എന്നാണ്. വേറൊരു ഉദാഹരണം നമുക്ക് എടുക്കാം. ഭഗവത്ഗീതയിൽ ഭഗവാൻ നൽകുന്ന ഉദാഹരണമാണ്. അതായത് ഒരു ജലസ്രോതസ്, നദി അല്ലെങ്കിൽ ഒരു കുളം. ഇപ്പോഴത്തെ അശുദ്ധമായിട്ടുള്ള കുളത്തെയല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് കാലങ്ങൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ കുളത്തിൽ നിന്ന് നമുക്ക് വെള്ളമൊക്കെ ഡയറക്റ്റ്ലി എടുത്ത് കുടിക്കാമായിരുന്നു. അത്രയ്ക്ക് ശുദ്ധമായിട്ടുള്ള ജലമാണ്. നമ്മളതിനെ പൊല്യൂട്ട് ചെയ്യാത്ത ഒരവസ്ഥയായിരുന്നെങ്കിൽ അങ്ങനെയുള്ള ജലം നമുക്ക് അവിടെ പോയി കുടിക്കാം, അല്ലേ? പിന്നെ നമ്മുടെ വീടുകളിൽ കിണറുണ്ട്. അതേ ജലസ്രോതസ്സിൽ നിന്നും കിണറ്റിലേക്ക്, അതായത് മണ്ണിന്റെ അടിയിൽ ഉള്ള ആ വെള്ളമാണ് കിണറ്റിൽ വരുന്നത്. അന്നേരം നമ്മുടെ ആ പ്രദേശത്തുള്ള ആ കുളത്തിലുള്ള അതേ വെള്ളം തന്നെയാണ് കിണറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പൈപ്പിലൂടെ ആ ഒരു വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് അവർ നമ്മുടെ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നു. അവരെവിടെ നിന്നാണ് എടുക്കുന്നത്? ഈ ഭൂമിയിൽ നിന്ന് തന്നെ, ജലസ്രോതസ്സിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അന്നേരം നമുക്ക് വെള്ളം വേണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മിനറൽ വാട്ടർ മേടിക്കും. അവരും ഇതിൽ നിന്ന് തന്നെ ഫിൽട്ടർ ചെയ്തിട്ടാണല്ലോ വെള്ളം എടുക്കുന്നത്. അന്നേരം നമ്മൾ പറയുകയാണ്, ഇല്ല, ജലസ്രോതസ്സിൽ നിന്ന് മാത്രമേ ഞാൻ വെള്ളം കുടിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. അതായത് നേരെ നദിയിൽ പോയിട്ട് ഞാൻ വെള്ളം കുടിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പ്രാവർത്തികമല്ല. കാരണം എന്താ? ഒരുപാട് മാലിന്യങ്ങൾ അതിൽ നിറഞ്ഞിരിക്കുകയാണ്. അത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ദോഷങ്ങൾ സൃഷ്ടിക്കും. പക്ഷെ വ്യക്തികൾ പറയുന്നു, ഇല്ല, ഞാൻ വേദങ്ങൾ മാത്രമേ പഠിക്കൂ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അവർക്ക് അജ്ഞരാണ്. വേദങ്ങളെ മനസ്സിലാക്കാത്തവരാണ് വേദങ്ങളിൽ മാത്രം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. വേദങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ വ്യക്തികൾ വേദങ്ങളിൽ മാത്രം നിൽക്കത്തില്ല, വേദാന്തത്തിലേക്ക് എത്തണം. ശങ്കരാചാര്യർ എപ്പോഴും വേദാന്തത്തിലാണ് ഫോക്കസ് ചെയ്യിപ്പിച്ചത്. വേദങ്ങളൊക്കെ അന്തിമഘട്ടത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് വേദാന്തത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് വേദാന്തത്തിൽ മാത്രം നിൽക്കരുത്. കാരണം ശങ്കരാചാര്യർക്ക് ശേഷമുള്ള ആചാര്യന്മാരെല്ലാവരും, ശങ്കരാചാര്യർ വേദാന്തത്തിലേക്ക് എല്ലാവരും എത്തിക്കാൻ വേണ്ടിയാണ് വന്നത്. പിന്നെയുള്ള ആചാര്യന്മാർ, മധ്വാചാര്യർ, രാമാനുജാചാര്യർ, ഇവരെല്ലാം ആൾക്കാരെ ഭാഗവതത്തിലേക്കും ഗീതയിലേക്കും എത്തിച്ചു. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഭാഗവതവും ഭഗവത്ഗീതയും പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേദങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് കുടിക്കാൻ വെള്ളമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നദിയിൽ പോകേണ്ട ആവശ്യം എന്താണ്? ഇനി നദിയിൽ പോയാലും ശുദ്ധജലം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? തീരെയില്ല, കിട്ടത്തില്ല. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മൾ വഴിതെറ്റിപ്പോവും. വേദങ്ങൾ ഡയറക്റ്റ്ലി പഠിച്ചു കഴിഞ്ഞാൽ അത് അഹങ്കാരികളായിട്ട് മാറും. നമ്മൾ വലിയ ആചാര്യന്മാരായിട്ട് അഭിനയിക്കും. പക്ഷേ ആ വേദങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ആധികാരികത നമുക്കുണ്ടോ? ഗുരുശിഷ്ണ പരമ്പര അനുസരിച്ചുള്ള അറിവുകളുണ്ടോ? പൊതുവെ ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭൗതിക ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നവരായിരിക്കണം. എന്തിനേറെ പറയുന്നു, ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നത്. ഗൃഹസ്ഥർക്ക് ശാസ്ത്രങ്ങൾ പഠിപ്പിക്കാൻ അധികാരമില്ല എന്നല്ല. പക്ഷെ പൊതുവെ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ ആ വ്യക്തി വിരക്തിയിലായിരിക്കണം. കുടുംബജീവിതത്തിൽ നിന്നും വിരമിച്ച വ്യക്തികളായിരിക്കണം. വിരമിച്ച എന്ന് പറഞ്ഞാൽ സന്യാസ ആശ്രമം സ്വീകരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ശാസ്ത്രങ്ങൾ പഠിപ്പിക്കാൻ കൂടുതലും യോഗ്യതയുള്ളത്. മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ കഴിയില്ല എന്നല്ല. പക്ഷെ അവരുടെ കുടുംബജീവിതത്തിൽ നിന്നും അവർക്ക് പുറത്തു വരാൻ കഴിയത്തില്ല എങ്കിൽ നമ്മളെ സംസാര സാഗരത്തിൽ നിന്ന് എങ്ങനെ ഒരു വ്യക്തിക്ക് ഉയർത്താൻ കഴിയും? ഇനി പേരിന് സന്യാസവേഷം ഇട്ട് നടക്കുന്നതിലും കാര്യമില്ല. സന്യാസവേഷം ഇട്ടിട്ടും ഇതിലൂടെ പേരും പ്രശസ്തിയും കാശും മാത്രം കാംക്ഷിച്ചുകൊണ്ട് ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ അതും തെറ്റാണ്. എനിവേ, അന്നേരം ഞാൻ പറഞ്ഞത് വേദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം വേദശാസ്ത്രങ്ങളുടെ ഭാഗമാണ്. അതായത് അൾട്ടിമേറ്റ്ലി വേദങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഓർത്തു വയ്ക്കാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. സംബന്ധ,
ആവിധേയ പ്രയോജനം. സംബന്ധ, ആവിധേയ, പ്രയോജനം. ഇത് മൂന്നുമാണ് വേദങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. എന്താണ് വേദ സംബന്ധ? സംബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ബന്ധം അത് മനസ്സിലാക്കുക. എന്താണ് യഥാർത്ഥ ബന്ധം? അതായത് ഞാൻ ഈ ശരീരമല്ല. ഓക്കെ, ഞാൻ ആരാണ്? ആത്മാവ്. ഓക്കെ, ഈ ആത്മാവ് എവിടെ നിന്ന് വരുന്നു? ആത്മീയ ലോകത്തിൽ നിന്ന് വരുന്നു. ഭഗവാൻ പരമാത്മാവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. നമ്മുടെ യഥാർത്ഥ ബന്ധം അതാണ്. അന്നേരം അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ശരീരമല്ല, ആത്മാവാണ്. ആത്മാവിന് ഭഗവാനുമായിട്ടൊരു ആത്മീയ ബന്ധമുണ്ട്. അതാണ് സംബന്ധ. ഇതല്ലാതെ ബാക്കിയെല്ലാം മായയാണ്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു ഹരേ കൃഷ്ണ, വേദങ്ങൾ പഠിക്കുന്നവർ ഭഗവാന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർക്ക് യുഗപുരുഷനാണ് ഭഗവാൻ, വേദങ്ങൾ ഭഗവാൻ പ്രാധാന്യം. ഞാൻ ഇപ്പോൾ പറഞ്ഞത് പ്രൊജയ്ക്ക് മനസ്സിലായില്ലേ? ഭഗവത്ഗീതയിൽ പറഞ്ഞതും ഭഗവാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? വേദേഷു സർവേരഹമേവ വേദ്യോ. ഇവർ കാര്യമറിയാതെ എന്തോ കഥയറിയാതെ എന്തോ നടനം ചെയ്യുന്ന പോലെയാണ് ഇവര് ഒന്നും അറിയാതെ ചുമ്മാ വേദങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് പ്രൊജക്ട് ശ്രദ്ധിക്കൂ. അവർ ഭഗവാൻ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമല്ല ഭഗവാൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഭഗവാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് വേദങ്ങളല്ല, ഇവർക്ക് വേദങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ട് അവർ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. അത് വേദങ്ങളുടെ തെറ്റല്ല, വേദങ്ങളെ ഇവർ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ശങ്കരാചാര്യരുടെ അത്രയും വലിയ ആൾക്കാരൊന്നുമല്ലല്ലോ ഇവർ വേദങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാർ. ശങ്കരാചാര്യ പറയുന്നില്ലേ, ഒരേ ഒരു ശാസ്ത്രം മതി, ദേവകി പുത്ര ഗീത എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരേ ഒരു ദേവൻ മതി, അത് ദേവകി പുത്രൻ. എൻ്റെ അർത്ഥം ശങ്കരാചാര്യക്ക് തെറ്റുപറ്റിയെന്നാണോ? വ്യാസമഹർഷിക്ക് തെറ്റുപറ്റിയെന്നാണോ? ഈ വേദങ്ങൾ എഴുതിയത് ആരാണ്? വ്യാസമഹർഷിയല്ലേ? അന്നേരം ആ എഴുതിയ ആളെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അതോ ആ വേദങ്ങളുടെ പേരിൽ അവരവരുടേതായിട്ടുള്ള തെറ്റിദ്ധാരണകളെ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അവർക്ക് വേദങ്ങൾ മനസ്സിലായിട്ടില്ല. കാരണം വേദങ്ങളിലൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരാമർശിക്കുന്ന ഭഗവാനെയാണ്. പിന്നെ ഈ യജ്ഞം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ചുമ്മാ ഒരു അഗ്നിയിൽ നെയ്യെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് യജ്ഞമായോ? ആ മന്ത്രങ്ങളുടെ അർത്ഥത്തെ സൂചിപ്പിക്കുന്നത് ആരാണ്? ആ മന്ത്രങ്ങളുടെ അർത്ഥം നിങ്ങൾ നോക്കൂ. ആ മന്ത്രം മൊത്തത്തിൽ വിരാട് പുരുഷനെയാണ് അതിൽ പരാമർശിക്കുന്നത്. വിരാട് രൂപത്തിൽ, ഈ വിശ്വരൂപത്തിലൂടെ ഭഗവാൻ യജ്ഞം സമർപ്പിക്കാം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെയാണ് വേദങ്ങളിലൂടെ സ്തുതിക്കുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? അന്നേരം ഇനി കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. എല്ലാ ദിവസവും 6 മണി മുതൽ 7 മണി വരെ മാക്സിമം ഭക്തരും ഇത് ഷെയർ ചെയ്യുക. കാരണം ഇനി മുതലുള്ള നമ്മുടെ സത്സംഗങ്ങൾ നേരത്തെ പോലെ പുതിയ ആൾക്കാർക്കും മനസ്സിലാക്കത്തക്ക വണ്ണമായിരിക്കും. ഏറ്റവും സിമ്പിളായിട്ടായിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങൾക്ക് ചോദിക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ നന്നായിരുന്നു. അന്നേരം ക്ലാസ്സിൻ്റെ ഇടയിലും ചോദിക്കാം. കാരണം നമുക്ക് അതിലൂടെ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഓഡിയൻസിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയും. കാരണം നമ്മുടെ സംശയങ്ങളെ തീർച്ചയായിട്ടും മാറ്റണം, അത് നല്ലത് തന്നെയാണ്. അന്നേരം നമുക്ക് ഒന്നാമത്തെ സ്കന്ധം ഇനിയും പഠിക്കാനായിട്ടുണ്ട്. അന്നേരം അതൊക്കെ നാളെ പഠിക്കാം. എല്ലാ ദിവസവും 6 മണി മുതൽ 7 മണി വരെയാണ് രാവിലെ ലൈവായിട്ട്. കഴിയുന്നത് ലൈവായിട്ട് വരാൻ ശ്രമിക്കുക. അഥവാ സമയം കിട്ടുന്നില്ലെങ്കിൽ പിന്നെങ്കിലും അത് കേൾക്കാൻ ശ്രമിക്കുക. ഒരുപാട് തത്വങ്ങൾ പഠിക്കുക. അന്നേരം നമ്മളിത് ഭാഗവത തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു സീരീസാണ്. ഈ എല്ലാ ദിവസവും 6 മണി മുതൽ 7 മണി വരെ. ഹരേ കൃഷ്ണ. 1 മണിക്കൂർ. എന്നാൽ നിങ്ങൾക്കും ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ കാണും. അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഇതൊരു ഡെയിലി ആക്ടിവിറ്റി ആയിട്ട് മാറ്റാം. നമ്മുടെ ദിവസത്തിൻ്റെ തുടക്കം ഭാഗവത തത്വങ്ങളിലൂടെ. അന്നേരം എല്ലാ ദിവസവും 6 മണി മുതൽ 7 മണി വരെ നമുക്ക് ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ.